Good morning, dears. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നിങ്ങൾ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ട് പ്രീവിയസ് ഇയറിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് വേറെ കുറേ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് പഠിക്കാം. ഓക്കെ, വാട്ട് ഈസ് പീരിയോഡിക് ടേബിൾ? Elements are arranged on the basis of their chemical property is known as periodic table. This periodic table contains 4 blocks: S block, D block, P block and F block. Okay, and these contain so many periods and groups. How many groups in this periodic table? Any idea? 18 group. Okay, this is groups. This first group, second group, third group. Okay, this 18 group. 1, 2 group is S block. This block is D block. This is a P block. This is a F block. Okay, നമുക്ക് ഇത് വിശദമായിട്ട് പഠിക്കാം ഈ ചാപ്റ്ററിൽ കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കുറേ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഇവിടെ മാഗ്നീഷ്യത്തിൻ്റെ റൈറ്റ് ഡൗൺ ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ മാഗ്നീഷ്യം. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കിയിട്ട് എഴുതാൻ പറ്റൂലേ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പം 2. സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺസ് ഉണ്ട്. തേർഡ് ഷെല്ലിലും 2 ഇലക്ട്രോൺസ് ആണ്. അപ്പം 2, 8, 2 എന്ന രൂപത്തിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ 3 ഓർബിറ്റ്സ് അല്ലേ. 3 ഓർബിറ്റ്സിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനെ നമ്മൾ ഷെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ലീസ്റ്റ് എനർജി ഉള്ള ഷെല്ല് ഏതായിരിക്കും? ലീസ്റ്റ് എനർജി ഉള്ള നമ്മൾ എങ്ങനെയാ ഷെല്ലുകളെ വിളിക്കുക? ഒന്നാമത്തെ ഷെല്ലിനെ കെ ഷെൽ, രണ്ടാമത്തെ ഷെല്ലിനെ എൽ, എം, എൻ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞത് കെ ആണ്. അപ്പം ഇതിൽ ലീസ്റ്റ് എനർജി ഉള്ള ഷെല്ല് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ ഷെല്ലാണ്, അഥവാ കെ ഷെല്ലാണ് കേട്ടോ. ഇനി വിച്ച് ഓർബിറ്റ്സ് ഈസ് ദ ഫാർത്തസ്റ്റ് ഫ്രം ദ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൽ നിന്നും ദൂരേക്ക് എടുക്കുന്ന ഷെല്ലാണ് എം ഷെൽ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഈ ഒരു മഗ്നീഷ്യത്തിൽ എം ഷെല്ലാണ് ദൂരെയുള്ളത്. ഇനി വിച്ച് ഓർബിറ്റ്സ് ഹാസ് ദ മാക്സിമം എനർജി? ഏതായിരിക്കും? ഇവിടെ ലീസ്റ്റ് എനർജി ആയതുകൊണ്ട് ഇതാണ് മാക്സിമം എനർജി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ ഒരു മോഡലിന് നമ്മൾ പറയുന്നത് പേര് ബോർ മോഡൽ എന്നാണല്ലോ, ഓർക്കുന്നുണ്ടോ? അപ്പം ഈ ബോർ മോഡലിൽ ഓരോരോ ഇലക്ട്രോൺസും ഒരു ഫിക്സ്ഡ് പാത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ. ബട്ട് സം സയൻറ്റിസ്റ്റ് പറയുന്നത് എന്താണെന്നറിയോ? ഇതുപോലെ ഒന്നും ഫിക്സ്ഡ് പാത്തിലൊന്നും കണ്ടെത്താൻ പറ്റൂല. കാരണം ഇതെന്താണ്, ഒരു ചെറിയ സാധനം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളാണല്ലേ. ഈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് തന്നെ ചെറിയതാണ്. മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നോക്കിയാലാണ് കാണാൻ പറ്റുന്നത്. അപ്പം എന്താ ബോർ മോഡലിൽ പറയുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ദ ഫിക്സ്ഡ് എനർജി ലെവൽ ഓർ ഓർബിറ്റ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇതിനൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള എനർജി ലെവൽ ഉണ്ട്, അത് ന്യൂക്ലിയസിന് ചുറ്റിലും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം മനസ്സിലാക്കി സയൻറ്റിസ്റ്റുകൾ ഇതിന് ഈ ബോർ മോഡലിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന്. അപ്പം ലൂയിസ് ഡി ബ്രോഗ്ലി എന്ത് ചെയ്തു? ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട്
കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞത് ഇലക്ട്രോൺ എക്സിബിറ്റ് ദ വേവ് നേച്ചർ. ഇതൊരു വേവ് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. വേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിരമാല പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. അത് വിച്ച് ഈസ് എക്സ്പെഷ്യലി സിഗ്നിഫിക്കൻറ്റ് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് പിന്നെ നമുക്ക് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആണ്. അപ്പം ഇതൊരു വേവ് നേച്ചറാണ്. ഇതൊരു കൃത്യസ്ഥാനത്തൊന്നും നിൽക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് മറ്റൊരു ഹെയ്സൻബർഗ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ബോത്ത് ദ എക്സാക്റ്റ് പൊസിഷൻ ഓഫ് ദ എക്സാക്റ്റ് വെലോസിറ്റി. ഇതിൻ്റെ എക്സാക്റ്റ് പൊസിഷനും എക്സാക്റ്റ് വെലോസിറ്റി ഒന്നും കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്താ? ഫാസ്റ്റ് മൂവിങ് ആണിത്. ഫാസ്റ്റ് മൂവിങ് ആണ്. അപ്പം ഇതിൻ്റെ വെലോസിറ്റിയും എക്സാക്റ്റ് പൊസിഷനൊന്നും കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്തിട്ട്, ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്തിട്ട് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തത് എന്തൊക്കെയാണെന്നറിയോ? ഇവർ പിന്നെ ഇലക്ട്രോൺസ് ആർ നോട്ട് ഷോൺ ദ ഫിക്സഡ് പാത്ത്. ഇവിടെയും പറയുന്നത് ഇതാണ്. ഇലക്ട്രോൺസ് നമുക്ക് ഫിക്സഡ് പാത്തിൽ കാണാൻ കഴിയില്ല. പകരം ദർ ആർ റീജിയൺ അറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇതിൻ്റെ ചുറ്റുമുണ്ട്. ഒരു ക്ലൗഡി പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ക്ലൗഡി എന്ന് പറഞ്ഞാൽ ഒരു മേഘം പോലെ ഇലക്ട്രോൺസിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കിടക്കുന്നുണ്ട്. അത് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. ഇത് കിടക്കുന്ന സ്ഥലത്തെ ഈ റീജിയനെ നമ്മൾ പറയുന്നതാണ് ഓർബിറ്റൽസ് എന്ന്. കേട്ടോ. The properties of the orbitals electron the describing using values called quantum numbers. ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്നതിനാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് നോക്കേണ്ടത്. എന്താ ക്വാണ്ടം നമ്പേഴ്സ്? The region around the nucleus where there is maximum probability of finding of the electrons are called orbitals. ഇത് ഇപ്പോൾ കാണപ്പെടുന്ന സ്ഥലത്തെ നമ്മൾ ഓർബിറ്റൽസ് എന്നാണ് പറയുക. The numbers which are used to describe the characteristics of the orbitals. ഓരോരോ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ് ഓരോ നമ്പേഴ്സും പറയുന്നത് ക്വാണ്ടം നമ്പറിൽ. ആൻഡ് ഇലക്ട്രോൺസ് ബേസ്ഡ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ അനുസരിച്ച് ഇതിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ആണുള്ളത്. There are 3 type: principal quantum number, azimuthal quantum number and magnetic quantum number. അതേ നമുക്ക് പഠിക്കാനുള്ളൂ. വേറെ ഒരു 4th വണ്ണും കൂടെ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. അത് നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റഡ് സ്മോൾ ലെറ്റർ n. ഓക്കെ, എന്താ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ പറയുന്നതെന്നറിയോ? ദ പോസിബിൾ വാല്യൂസ് ഫോർ ദീസ് ക്വാണ്ടം നമ്പേഴ്സ് n ഈക്വൽ 1 2 3 4 ഇങ്ങനെ പോകും. എന്നിൻ്റെ വാല്യൂ 1 2 3 എങ്ങനെയാണ് വരുന്നത്. അപ്പം എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഏതാണ് ഷെല്ല് എന്നറിയോ? കെ ഷെല്ലായിരിക്കും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് സ്മോൾ ലെറ്റർ n. ആ എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ കെ ഷെല്ല്, നമ്മുടെ ഫസ്റ്റ് ഷെല്ല് ഉണ്ടല്ലോ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആകുമ്പോൾ എൽ ഷെല്ലിനെയും, 3 ആകുമ്പോൾ എം ഷെല്ലിനെ, 4 ആകുമ്പോൾ എൻ ഷെല്ലിനെ. അങ്ങനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ. ഒന്നുമില്ല, ഫസ്റ്റ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഷെല്ലുകൾ പോകും. KLMN എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് അസിമുതൽ ക്വാണ്ടം നമ്പർ. അസിമുതൽ ക്വാണ്ടം നമ്പർ റെപ്രസെൻറ്റഡ് ബൈ ദ സ്മോൾ ലെറ്റർ L. ഓക്കെ, അസിമുതൽ ക്വാണ്ടം നമ്പർ 3 ഡയമെൻഷൽ ഷേപ്പിനെയാണ് ഓഫ് ദ ഓർബിറ്റലിൻ്റെ 3 ഡയമെൻഷൽ ഷേപ്പിനെയാണ് കാണിക്കുന്നത്.
അസിമുതൽ ക്വാണ്ടം നമ്പർ ഈസ് ഓൾസോ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ സബ് ഷെൽ ഓഫ് ഈച്ച് ഷെൽസ്. ഓരോ ഷെല്ലിലും സബ് ഷെല്ലുകളുണ്ട്, അതിനെ കാണിക്കാനും കൂടിയാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. n ഈക്വൽ 1 ആണെന്നുണ്ടെങ്കിൽ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അസിമുതൽ ക്വാണ്ടം നമ്പർ എങ്ങനെ വാല്യൂസ് വരാമെന്നറിയോ? 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 2 3 എന്ന് പറഞ്ഞ പോലെ അസിമുതൽ ക്വാണ്ടം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 1 2 3 ഇങ്ങനെയാണ്. അപ്പം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആകുമ്പോൾ അസിമുതൽ ക്വാണ്ടം നമ്പർ വരുന്നത് 0 ആയിരിക്കും. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആകുമ്പോൾ L ഈക്വൽ 0യും 1ഉം കൂടെ വരും. ഒന്നാമത്തെ ഷെല്ലിൽ 0 ഓൺലി ഉണ്ടാവുള്ളൂ, രണ്ടാമത്തെ ഷെല്ലിൽ 0യും 1ഉം ഉണ്ടാകും. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആകുമ്പോൾ അസിമുതൽ ക്വാണ്ടം നമ്പർ 0യും 1ഉം 2ഉം വരും. അങ്ങനെ ഓരോരോ ഷെല്ലുകളിലുള്ള സബ് ഷെല്ലുകളാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ സബ് ഷെല്ലുകളെ സൂചിപ്പിക്കാൻ നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററുകൾ ഉപയോഗിച്ചിട്ട് പറയും. അപ്പോൾ നമുക്ക് ഈ കോളൊന്ന് നോക്കിയാൽ ഒന്നും കൂടെ മനസ്സിലാവും കേട്ടോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. 1 2 3 4 എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പോണത്. അപ്പം ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആകുമ്പോൾ കെ ഷെല്ല്, 2 ആകുമ്പോൾ എൽ ഷെല്ല്, 3 ആകുമ്പോൾ എം ഷെല്ല്, 4 ആകുമ്പോൾ എൻ ഷെല്ല്, ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഇനി ഈ എല്ലിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരാൻ നോക്കാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണ്. നമ്മുടെ കെ ഷെല്ലിൽ 1 ആകുമ്പോൾ 0 ആണ് എല്ലിൻ്റെ വാല്യൂ വരുന്നത്, ഈ അസിമുതൽ ക്വാണ്ടം നമ്പറിൻ്റെ. അപ്പോൾ ഏത് സബ് ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്? എസ് എന്ന സബ് ഷെല്ലിനെയാണ്. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്. 2 ആകുമ്പോൾ എൽ ആണ് ഷെല്ല്. എൽ ആകുമ്പോൾ 2 സബ് ഷെല്ലുകളാണ് അവിടെ വരുന്നത്. ഈ 0യും 1ഉം വരുന്നുണ്ട്. അപ്പോൾ അതിൽ 2 സബ് ഷെല്ലുകളാണ് ഉള്ളത് അല്ലേ. 0ക്ക് നമ്മളിവിടെ കണ്ടു എസ് എന്നാണെന്ന്. അപ്പോൾ ആ എസ്സും വരും, പിന്നെ പിയും വരും. ഓക്കെ. ഇനി 3 ആണ് എന്നിൻ്റെ വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 3. അപ്പോൾ ഷെല്ല് വരുന്നത് എം. അതിൻ്റെ എൽ വാല്യൂസ് ഏതൊക്കെ വരും? ഇവിടെ 3 വന്നിട്ടുണ്ട്, അപ്പോൾ 3 എണ്ണം വരണം അല്ലേ. ഇവിടെ കണ്ടില്ലേ, 1 വന്നപ്പോൾ 1 വാല്യൂ വന്ന്, 2 വന്നപ്പോൾ 2 വാല്യൂ വന്ന്, 3 വന്നപ്പോൾ 3 വാല്യൂസ് വരണം. 0യും 1ഉം 2ഉം വന്ന്. ഇനി അത് ഓരോന്നിനും ഓരോരോ സബ് ഷെല്ലുകളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 എന്ന് പറയുന്നത് എസ്സിനെ, 1 എന്ന് പറയുന്നത് പിനെ, 2 എന്ന് പറയുന്നത് ഡിനെ. ഇനി 4 ആണ് എന്നിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ ഷെല്ല് പറയുന്നത് എൻ ആണ്. അതിലുള്ള എൽ വാല്യൂസ് 0 1 2 3 ഇങ്ങനെയാണ്. അപ്പോൾ ഈ 0ൻ്റെ വാല്യൂ എസ്, 1ൻ്റെ വാല്യൂ പി, 2ൻ്റെ വാല്യൂ ഡി, വാല്യൂ അല്ല സബ് ഷെല്ല്, 3ൻ്റെ സബ് ഷെല്ല് എഫ്. ഈ 4ഉം നമ്മൾക്ക് ഈ നമ്പേഴ്സിന് ആണ് റെപ്രസെൻ്റ് ചെയ്തിട്ട് പറയുന്ന സബ് ഷെല്ലുകൾ കേട്ടോ. 0 ആയിരിക്കുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ എസ് എന്ന സബ് ഷെല്ലായിരിക്കും, 1 ആയിരിക്കുമ്പോൾ പി എന്ന സബ് ഷെല്ലായിരിക്കും, 2 ആയിരിക്കുമ്പോൾ ഡി എന്ന സബ് ഷെല്ലായിരിക്കും, 3 ആയിരിക്കുമ്പോൾ എഫ് എന്ന സബ് ഷെല്ലായിരിക്കും. അങ്ങനെയാണ് വരുന്നത്. എവിടെയും ഇതാ ഇങ്ങനെ തന്നെ വരിക കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് നോക്കി വെച്ചാൽ മതി, ഏതാണ് സബ് ഷെല്ല്, ഈ നമ്പർ വരുമ്പോൾ ഏത് സബ് ഷെല്ലിനാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ. എസ് പി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഓർബിറ്റൽസ്, എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടോ, എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എസ് ആയിരിക്കും, എല്ലിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ പി ആയിരിക്കും, എല്ലിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഡി ആയിരിക്കും. അപ്പം ഫസ്റ്റിൽ എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ പിന്നെ എസ് അല്ലേ, 1 ആയിരിക്കുമ്പോൾ എസ്സും പിയും ഉണ്ടാവും അതിൽ, ആ ഷെല്ലിൽ. ഓക്കെ, അങ്ങനെ കേട്ടോ. ഇനി തേർഡ് 1 ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ.
മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ the quantum number that represented the different in the orientation of the orbitals is called magnetic quantum number. ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ദിശകൾ കേട്ടോ. അപ്പോൾ ഇത് കണ്ടെത്താൻ നമുക്ക് എല്ലിൻ്റെ വാല്യൂ കിട്ടിയിരിക്കണം. എല്ലിൻ്റെ വാല്യൂ കിട്ടിയാലാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കണ്ടെത്താൻ പറ്റുള്ളൂ. 2l+1 എന്നാണ് കണ്ടെത്താനുള്ള സമവാക്യം. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഇതിനെ കണ്ടെത്തണം. എം ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ, സ്മോൾ ലെറ്റർ എം. അപ്പോൾ എം കണ്ടെത്തണം. എന്ത് ചെയ്യണം? ഈ സമവാക്യം ഉപയോഗിച്ച് ചെയ്യാം. 2 പിന്നെ എല്ലിൻ്റെ സ്ഥാനത്ത് 0+1. അപ്പോൾ 2 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ അല്ലേ. +1 0 + 1 1 തന്നെ. അപ്പം this shows that s orbital 0 എന്ന് പറഞ്ഞത് എസ്സിനെ അല്ല കാണിക്കുന്നത്, എസ് സബ്ഷെല്ലിനെ. അപ്പോൾ എസ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഹാസ് ഓൺലി വൺ ഓറിയൻറ്റേഷൻ, ഒരു ഓറിയൻറ്റേഷൻ ആണുള്ളത്. ഓക്കെ. ഇനി സബ്ഷെല്ലിന് എൽ ഈക്വൽ 1 ആകുമ്പോൾ എങ്ങനെ ആയിരിക്കും? 2 × 1 + 1 അല്ലേ. അപ്പോൾ നമുക്ക് 3 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ നമ്മൾ എന്താ സബ്ഷെൽ ഏതായിരുന്നു പഠിച്ചിരുന്നത്? പി ആണ്. SPDF അങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ പി ആയിരിക്കുമ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് 3 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സബ്ഷെല്ല്, നമ്പർ ഓഫ് ഓർബിറ്റൽസ്, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് നോക്കാമല്ലേ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1, അത് കെ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. ഇതിൽ സബ്ഷെല്ല് വരുന്നത് എസ് മാത്രം. എസ് എന്ന് പറഞ്ഞാൽ സബ്ഷെല്ല് മാത്രമാണ്. ഈ എസ് എന്ന സബ്ഷെല്ല് വരുമ്പോൾ അതിൽ ഓർബിറ്റല് 1 ഓർബിറ്റലിൻ്റെ നമ്പർ. പിന്നെ അപ്പോൾ മൊത്തത്തിൽ ടോട്ടൽ നമ്പറും 1 തന്നെ ഉള്ളൂ അല്ലേ, വേറൊന്നും ആഡ് ചെയ്യാനില്ല. ഇനി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണെന്നുണ്ടെങ്കിൽ എൽ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. ആ എൽ ഷെല്ലിൽ 2 സബ്ഷെല്ലുകളാണ് വരുന്നത്, എസ്സും പിയും അല്ലേ. എല്ലിൻ്റെ വാല്യൂ 0ഉം 1ഉം ആണ് ഇവിടെ വരിക. അപ്പോൾ 0 ആകുമ്പോൾ എസ്, 1 ആകുമ്പോൾ പി, അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പം അതിൽ വരുന്ന ഓറിയൻറ്റേഷൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എസ്സിന് ഓൺലി 1 ഓറിയൻറ്റേഷനാണ് നമുക്ക് ഇവിടെ കിട്ടിയില്ലേ. അപ്പോൾ ആ 1 തന്നെയാണ് ഇവിടെ ഒക്കെ വരുന്നത് അല്ലേ, ആ 1 വരുന്നുണ്ട്. പിന്നെ പിക്ക് 3 ആണെന്നും നമുക്ക് ഇവിടെ കിട്ടിയില്ലേ. ഇവിടെ എല്ലിൻ്റെ വാല്യൂ 1 ആയിരിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, 1 ആണെങ്കിൽ അത് പി എന്ന സബ്ഷെല്ലാണ് പറയുന്നത്. അപ്പം 3 ആണ് അവിടെ. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞത് 1ഉം 3ഉം കൂടി ആഡ് ചെയ്താൽ 4 കിട്ടും. ഇനി തേർഡിൽ എം ഷെല്ലിൽ എസ്സിൽ ഇവിടെ വന്ന പോലെ തന്നെ 1, പിയിൽ 3. ഇനി ഡിയിലാവുമ്പോൾ എല്ലിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും എന്നറിയോ? 2 ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ 2 ആയിരിക്കുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കിക്കൂടെ? 2 × 2 + 1, 2 × 2 4 + 1 എന്താ കിട്ടുക? 5 കിട്ടും അല്ലേ. അപ്പോൾ 5 ഇവിടെ കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞത് ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇനി ഇവിടെ എൻ ഷെല്ലിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 വരുന്നു. അതിൽ SPDF എന്ന് പറഞ്ഞിട്ടുള്ള സബ്ഷെല്ല് 4 വരുന്നു അല്ലേ. ഇതിൽ നമുക്കറിയാം എസിൻ്റെ നമ്മൾ കണ്ടെത്തി, പിയുടേത് കണ്ടെത്തി, ഡിയുടേത് കണ്ടെത്തി. എഫിൻ്റെതും കൂടി നോക്കിയാലോ? എഫിൻ്റെത് നോക്കാം. 2 × എല്ലിൻ്റെ വാല്യൂ എത്ര വരും? എഫ് വരുമ്പോൾ എന്നറിയോ? 3 വരും കേട്ടോ. 3 + 1 അപ്പോൾ 6 + 1 7 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ കിട്ടിയില്ല ഇവിടെ 7. ഈ 7 ഇവിടെ എങ്ങനെ 16 കിട്ടിയത്? ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെ 16 വന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് സബ്ഷെല്ലുകൾ ഓരോരോ നമ്പേഴ്സ് വെച്ചിട്ടാണ്
0 ആവുമ്പോൾ എസ് സബ്ഷനിൽ, 1 ആവുമ്പോൾ പി സബ്ഷനിൽ, 2 ആകുമ്പോൾ ഡി സബ്ഷനിൽ, 3 ആകുമ്പോൾ എഫ് സബ്ഷനിൽ. അങ്ങനെയാണ് സബ്ഷെല്ലുകൾ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ കോളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറാണ് ഫസ്റ്റ് കോളത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1 ആണെങ്കിൽ കെ ഷെല്ല്. ഇതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും ഈച്ച് ഷെല്ലിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒരു ഷെല്ലല്ലേ ഉള്ളൂ അവിടെ, അപ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് ഫസ്റ്റ് ഷെല്ലിൽ പോണത്. അവിടെ പിന്നെ എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ആ 0 സൂചിപ്പിക്കുന്നത് എസ് എന്ന് പറഞ്ഞ സബ് ഷെല്ലിനെയാണ്. അതിൽ എത്ര ഓർബിറ്റലാണുള്ളത്? ഒരു ഓർബിറ്റലാണുള്ളത് ആണല്ലോ. ഇതിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഇൻ ഈച്ച് സബ്ഷെൽ. മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതും രണ്ടുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പം അത് എഴുതി കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തത് എൽ ഷെല്ല്. എൽ ഷെല്ലിൽ പിന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത് 8 ആണ്. 8 എങ്ങനെയാണ് വരുന്നത്? ഇവിടെ 2 സബ് ഷെല്ല് വരുന്നുണ്ട് അല്ലേ. 0യും 1ഉം വരുന്നുണ്ട് എല്ലിൻ്റെ വാല്യൂസ്. അപ്പോൾ 0ക്ക് എസ് എന്ന് പറഞ്ഞ സബ് ഷെല്ലും 1ന് പി എന്ന് പറഞ്ഞ സബ് ഷെല്ലും. ഇതിൽ രണ്ടിലും കൂടെ ആണ് 8 പിന്നെ ഇലക്ട്രോൺസ് വരുന്നത്. ഇനി ഓർബിറ്റൽസിൻ്റെ എസ്സിൽ 1 ഓർബിറ്റലും പിയിൽ 3 ഓർബിറ്റലുമാണ്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ ഇവിടെ ഈ കോളം നമുക്കൊന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഒന്നുമില്ല, ഇത് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 1 × 2 ഇതായി തന്നെ ആൻസർ വരിക അല്ലേ. രണ്ടെണ്ണം ആൻസർ വരും. ഓക്കെ, അപ്പോൾ ആ കോളം ഓക്കെ. ഇനി പി ആകുമ്പോൾ 3 ആണ് ഓർബിറ്റൽ വരുന്നത്. അപ്പോൾ 3 × 2 6 എന്ന് വരും. ക്ലിയർ. ഇനി തേർഡ് ഷെല്ലിൽ എം ആണ് ഷെല്ല് എന്ന് പറയുന്നത്. n = 3 ആണ്. ഇതിൽ മാക്സിമം ഇലക്ട്രോൺസ് 18 ആണ്. 18. എത്ര സബ് ഷെല്ലുകളാണ് വരുന്നത്? 3 സബ് ഷെല്ലുകൾ വരുന്നുണ്ട് അല്ലേ. എല്ലിൻ്റെ വാല്യൂസ് 0 ആകുമ്പോൾ എസ്, 1 ആകുമ്പോൾ പി, 2 ആകുമ്പോൾ ഡി, ഇങ്ങനെ സബ് ഷെല്ലുകൾ വരുന്നുണ്ട്. അതിൽ ഓർബിറ്റൽസ് എസ്സിന് 1, പിക്ക് 3, ഡിക്ക് 5 നമ്മളവിടെ കണ്ടുപിടിച്ചത് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൽ ഇവിടെ 2 കോളം ഫില്ല് ചെയ്യാണ്ടല്ലേ. ഒന്നുമില്ല, ഈ എസ് സബ് ഷെല്ലിൻ്റെ കോളാണ്. അത് ഇതന്നെയല്ലേ വരിക. 1 × 2 2 എന്നുള്ളത് നമ്മളിവിടെ എഴുതി. അതുതന്നെയാണ് ഈ കോളത്തിലും വരിക കേട്ടോ. പിന്നെ രണ്ടാമത്തെ പീൻ്റെ ആ കോളാണ്. ഈ പീൻ്റെ കോളം ഇതാ കണ്ടോ, 3 ആണ് ഓർബിറ്റൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും 2 ആയിട്ട് ഗുണിച്ചാൽ അവിടെ 6 കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫില്ലാക്കി. ഇനി നാലാമത്തെ ഷെല്ല് എൻ ഷെല്ലാണ്. അതിൽ 32 ആണ് മാക്സിമം ഇലക്ട്രോൺസ് വരുന്നത്. അതിൽ 4 നമ്പർ വരുന്നുണ്ട് എല്ലിൻ്റെ വാല്യൂസ്. 0 ആയിരിക്കുമ്പോൾ എസ്, 1 ആയിരിക്കുമ്പോൾ പി, 2 ആയിരിക്കുമ്പോൾ ഡി, 3 ആയിരിക്കുമ്പോൾ എഫ്, ഇങ്ങനെ 4 സബ് ഷെല്ലുകൾ വരും. അപ്പോൾ ഓർബിറ്റൽസോ നമ്മളത് കഴിഞ്ഞ കോളത്തിൽ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചില്ല. എസ്സിന് 1, പിക്ക് 3, ഡിക്ക് 5, എഫിന് 7 നമുക്കറിയാം. ഇനി ഈ കോളങ്ങൾ എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കോളം 1ൻ്റെ കോളത്തിൽ 1 × 2 2 എന്ന് ആൻസർ കിട്ടും. ഇവിടെ 3 × 2 6 എന്ന് ആൻസർ കിട്ടും. 5 × 2 10 എന്ന് ആൻസർ കിട്ടും. ഇവിടെ 7 × 2 14 കിട്ടിയല്ലോ. ഇനി ഇവിടെ കുറച്ച് കണ്ടുപിടിക്കാനുള്ള
എന്താണ് ദ മാക്സിമം നമ്പർ ഓഫ് ഓർബിറ്റൽസ് ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഈച്ച് ഷെൽ. ഈച്ച് ഷെല്ലിൽ മാക്സിമം ഓർബിറ്റൽസ് എത്ര പോകുമെന്ന് കണ്ടെത്താൻ n സ്ക്വയർ ചെയ്താൽ മതിയെന്ന്. ഓർബിറ്റൽസ് കണ്ടെത്താനാട്ടോ. ഇവിടെ വരുന്ന ഓർബിറ്റൽ ഉണ്ടല്ലോ, ഇത് കണ്ടെത്താൻ n സ്ക്വയർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ അക്കോമഡേറ്റ്. ഈ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ക്യാൻ അക്കോമഡേറ്റ് ഈച്ച് ഷെൽ. ഇലക്ട്രോണ് ഓരോ ഷെല്ലിലും വരുന്നത് കണ്ടെത്താൻ 2n സ്ക്വയർ ചെയ്താൽ മതി. ഇനി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് ഈച്ച് ഓർബിറ്റൽ. ഓരോ ഓർബിറ്റലിലും 2 ആണ്. ഇനി ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ദ ഈച്ച് സബ്ഷെൽ. സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ എത്ര നോക്കാൻ 2 × 2l + 1. 2 × 2l + 1 കേട്ടോ. പിന്നെ ഓരോരോ സബ്ഷെല്ലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഈച്ച് സബ്ഷെൽ. എസ് എന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, പി എന്ന സബ്ഷെല്ലിൽ 6, ഡി സബ്ഷെല്ലിൽ 10, എഫ് എന്ന സബ്ഷെല്ലിൽ 14 ആണ്. ഇത് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ക്വാണ്ടം നമ്പേഴ്സാണ് പറഞ്ഞത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഒരു ഡംബലിൻ്റെ ആകൃതിയൊക്കെ ഉണ്ടല്ലേ അസിമുതൽ ക്വാണ്ടം നമ്പറൊക്കെ. ഓക്കെ, എന്താണ് 3 ക്വാണ്ടം നമ്പേഴ്സ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, പിന്നെ അസിമുതൽ ക്വാണ്ടം നമ്പർ, ഷേപ്പുകൾ, പിന്നെ ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റലാണ് ഇത് കാണിക്കുന്നത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൽ. ക്ലിയർ ആണല്ലോ?